Question paper revision, chapter 15, waves, part 2. 2018 March, 5 marks in the question. The fundamental mode of vibration of a stretched string is shown below. Draw the second and third harmonics. So, first harmonic തന്നിട്ടുണ്ട്, second and third harmonic കാണാൻ വേണ്ടിയിട്ടാണ് സ്റ്റാൻഡിങ് വേവിന്റെ. അപ്പോൾ സെക്കൻഡ് ഹാർമോണിക് എന്ന് പറഞ്ഞാൽ 2 സെഗ്മെന്റ് ഉണ്ടാവും. തേർഡ് ഹാർമോണിക് എന്ന് പറഞ്ഞാൽ എത്ര സെഗ്മെന്റ് ഉണ്ടായിരിക്കും? 3 സെഗ്മെന്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നോഡും ആന്റിനോഡും ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തത്, prove that the frequencies produced in a string are in the ratio 1:2:3. അപ്പോൾ സ്റ്റാൻഡിങ് വേവിലെ സ്ട്രിങ്ങുകൾ തമ്മിലുള്ള റേഷ്യോ ഓഫ് ഫ്രീക്വൻസീസ് എത്രയാണ്? 1:2:3 ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫ്രീക്വൻസി ഓഫ് എ സ്റ്റാൻഡിങ് വേവ് കാണാനുള്ള ഫോർമുല ഇതാണ്. ന്യൂ ഈസ് ഈക്വൽ ടു NV/2L ആണ്. ഫസ്റ്റ് മോഡ് ആകുമ്പോൾ എന്നിന്റെ വാല്യൂ 1 ആണ്. അപ്പോൾ ന്യൂ 1 ഈസ് ഈക്വൽ ടു 1 × V/2L. അപ്പോൾ V/2L കിട്ടി. ഇനി സെക്കൻഡ് മോഡ് ആകുമ്പോൾ N ഈസ് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ ന്യൂ 2 ഈസ് ഈക്വൽ ടു 2 × V/2L ആണ്. V/2Lന്റെ വാല്യൂ ന്യൂ 1 ആണ്. അപ്പോൾ നമുക്ക് 2/1 നോക്കാം. ഇനി ഫോർ തേർഡ് മോഡ് ഓഫ് വൈബ്രേഷൻ എന്നിന്റെ വാല്യൂ എത്രയാണ് വരിക? 3 ആണ്. അപ്പോൾ ന്യൂ 3 ഈസ് ഈക്വൽ ടു 3 × V/2L ആണ്. V/2Lന്റെ വാല്യൂ ന്യൂ 1 ആയതുകൊണ്ട് 3/1 കിട്ടി. അപ്പോൾ റേഷ്യോ ഓഫ് ഫ്രീക്വൻസീസ് ഏതാ വരുന്നത്? ന്യൂ 1:2:3 ഈസ് ഈക്വൽ ടു 1:2:3. Let the fundamental frequency is 45 Hz. Frequency 45 Hz ആണ്. And length of the wire 87.5 cm. If the linear density of the wire is 4 × 10⁻² kg/m, find the tension on the string. അപ്പോൾ ടെൻഷൻ T ആണ് കാണേണ്ടത്. നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ ഫസ്റ്റ് മോഡ് സ്റ്റാൻഡിങ് വേവിൽ ഇവിടെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഫസ്റ്റ് മോഡാണ്. ഫസ്റ്റ് മോഡ് ആകുമ്പോൾ ഫ്രീക്വൻസി കാണാനുള്ള ഫോർമുല ന്യൂ ഈസ് ഈക്വൽ ടു NV/2L. എന്നിന് 1 കൊടുക്കുന്നു. അപ്പോൾ ന്യൂ ഈസ് ഈക്വൽ ടു V/2L ആണ്. ഇതിൽ നിന്ന് നമ്മൾ വിയുടെ വാല്യൂ കാണുന്നു. V ഈസ് ഈക്വൽ ടു ന്യൂ × 2L ആണ്. ന്യൂ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ തന്നിട്ട് എത്രയാണ്? 45 Hz ആണ് ഫ്രീക്വൻസി. അതുപോലെ തന്നെ ×2 × ലെങ്ത് ഓഫ് ദി വയർ എത്ര വന്നിരിക്കുന്നത്? ലെങ്ത് എത്ര വരുന്നത്? 87.5 cm ആണ്. അപ്പോൾ അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ×10⁻². അപ്പോൾ നമുക്കിവിടെ 78.75 ആണ് ഏത് m/s ആണ് വെലോസിറ്റിയുടെ വാല്യൂ. ഇനി നമുക്കറിയാം ടെൻഷൻ കാണാനുള്ള ഫോർമുല V ഈസ് ഈക്വൽ ടു √T/m ആണ്. ടിയുടെ വാല്യൂ ഇതിൽ നിന്ന് നമുക്ക് കണ്ടെത്താം. T ഈസ് ഈക്വൽ ടു V² × m. വിയുടെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് 78.75 ആണ്. അതിന്റെ സ്ക്വയർ എടുത്തു ഇൻറ്റു എന്ത് ചെയ്യുന്നുണ്ട്? ലീനിയർ ഡെൻസിറ്റി M ഇവിടെ തന്നിട്ടുണ്ട്. എമ്മിന്റെ വാല്യൂ എത്രയാണ്? 4 × 10⁻². നമുക്ക് കിട്ടുന്നത് 248.06 ന്യൂട്ടൺ ആണ്. അടുത്ത 2017 ഇംപ്രൂവ്മെന്റ് 4 മാർക്സ്. സ്റ്റാൻഡിംഗ് വേവ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഇൻ എൻ എയർ കോളം ഓഫ് എ പൈപ്പ്. സ്റ്റാൻഡിംഗ് വേവ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ എൻ ഓപ്പൺ പൈപ്പ് കണ്ടെയ്ൻസ്. ഓപ്പൺ പൈപ്പിൽ ഏത് ഹാർമോണിക്സ് ഉള്ളത് എന്നുള്ളത് നമുക്കറിയാം. ഓൾ ഹാർമോണിക്സ് ആണ്. ഓപ്പൺ പൈപ്പിൽ റേഷ്യോ ഓഫ് ഫ്രീക്വൻസീസ് 1:2:3 ആണ്. അപ്പോൾ വരുന്നത് ഏതാണ്? ആൾ ഹാർമോണിക്സ് ആണ്. ക്ലോസ്ഡ് പൈപ്പിലാണ് ഓഡ് ഹാർമോണിക്സ് വരുന്നത്. ഇവിടെ ആൾ ഹാർമോണിക്സ് ആണ് വരുന്നത്. Which harmonic mode of the pipe is resonantly excited by 1.1 kHz in an open pipe of length 30 cm? അപ്പോൾ 30 cm ലെങ്ത് ഉള്ള ഒരു ഓപ്പൺ പൈപ്പിൽ 1.1 kHz ഉപയോഗിച്ചിട്ട് എക്സേർട്ട് ചെയ്യുമ്പോൾ ഏത് മോഡ് ഓഫ് വൈബ്രേഷൻ ആണ് ഉണ്ടാവുക? അപ്പോൾ നമുക്ക് അവിടെ അറിയാം ഫോർമുല ഫ്രീക്വൻസി കാണാനുള്ളത് ന്യൂ ഈസ് ഈക്വൽ ടു NV/2L ആണ്. അപ്പോൾ ഇതിൽ നിന്ന് N ആണ് കാണേണ്ടത്. അപ്പോൾ N ഈസ് ഈക്വൽ ടു ന്യൂ × V/2L. ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസി എത്രയാണ്? 1.1 kHz ആണ്. എന്ന് പറഞ്ഞാൽ 1.1 × 10³ ×2 × ലെങ്ത്. എല്ലിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 30 cm ആണ്. അപ്പോൾ 30 × അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ -2 ഡിവൈഡഡ് ബൈ V. വെലോസിറ്റി എത്രയാണ് നിൽക്കുന്നത്? 330. അപ്പോൾ എത്ര? 2ന്റെ വാല്യൂ എത്രയാണ്? എന്നിന്റെ വാല്യൂ കിട്ടുന്നത് 2. If an open pipe produces fundamental frequency F in air, the fundamental frequency produced by the same pipe dipped half in water. അപ്പോൾ ഓപ്പൺ പൈപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫണ്ടമെന്റൽ ഫ്രീക്വൻസി F ആണ് എയറിൽ. അതേ പൈപ്പിന്റെ പകുതി എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ വാട്ടറിൽ മുക്കി കഴിഞ്ഞാൽ അപ്പോൾ അത് ക്ലോസ്ഡ് പൈപ്പായി. അപ്പം ഉണ്ടാവുന്ന ഫ്രീക്വൻസി ഏതാണ്? ചോയ്സ് വന്നിട്ടുണ്ട്. അപ്പം എത്രയാണ് നമുക്ക് നോക്കാം ആൻസർ. അപ്പോൾ ഓപ്പൺ പൈപ്പ് ആവുന്ന സമയത്ത് ന്യൂ 1 ഈസ് ഈക്വൽ ടു എന്താണ്? ഫസ്റ്റ് V/2L ആണ് വരുന്നത്. V/2L ആണ് അതിന്റെ വാല്യൂ ആണ് നമുക്ക് തന്നിട്ടുള്ള എത്രയാണ്? F എന്നുള്ളത്. ഇനി അതിനെ വാട്ടറിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പൈപ്പായി? ക്ലോസ്ഡ് പൈപ്പായി. ക്ലോസ്ഡ് പൈപ്പ് ആകുമ്പോൾ നമുക്ക് അടുത്ത ഫ്രീക്വൻസി പറയുമ്പോൾ V/4L ആണ് അവിടുത്തെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്.
അപ്പൊ ഇവിടെ L എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? ഹിയർ L is equal to L by 2. അപ്പൊ നമുക്ക് nu2 is equal to V by 4 into L by 2. അപ്പൊ 2 ഇവിടെ ക്യാൻസൽ ചെയ്യുന്നുണ്ട്, 2ഉം 4ഉം ക്യാൻസൽ ചെയ്യും. അപ്പൊ നമുക്ക് 2L കിട്ടി. അപ്പൊ V by 2L ആണ്. V by 2L എന്ത് തന്നെയാണ്? F തന്നെയാണ്. അപ്പൊ നമുക്ക് ഏതാ വരുന്നത്? ആൻസർ F ആണ്. അപ്പൊ ഫസ്റ്റ് ചോയ്സ് ആണ് ഇവിടെ ആൻസർ വരുന്നത് F. 2017 മാർച്ച് 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ. ട്രാൻസ്വേഴ്സ് ഹാർമോണിക് വേവ് ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ y is equal to 3.0 sin 0.018x plus 3060 where x and y are in centimeter. The amplitude of this wave is. അപ്പൊ നമുക്ക് y is equal to a sin എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. a ആണ് ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ എക്ക് പകരം ഇവിടെ വന്നിരിക്കുന്നത് ഏതാണ്? 3 ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഏതാണ്? a is equal to 3 centimeter ആണ്. അടുത്തത്, the figure below shows the fundamental mode or first harmonic in a stretched string when standing wave is formed in the string. Draw the figure that shows the second harmonic in the string. അപ്പൊ സെക്കൻഡ് ഹാർമോണിക്കിന്റെ ഫിഗർ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. സെക്കൻഡ് ഹാർമോണിക് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 സെഗ്മെന്റ് ഉണ്ടായിരിക്കും, അത്രേ ഉള്ളൂ. അടുത്തത്, let L the length of the string and V the speed of the wave in the string. What are the equations of first and second harmonic frequencies? Second and second harmonic frequencies in the equation ഏതാണ്? Frequency of a standing wave nu is equal to NV by 2L ആണ്. ഇപ്പൊ ഫസ്റ്റ് ഹാർമോണിക് ആകുമ്പോൾ n ന്റെ വാല്യൂ 1 ആണ്. അപ്പൊ എന്ത് കിട്ടി? nu1 is equal to 1 into V by 2L എന്ന് V by 2L കിട്ടി. സെക്കൻഡ് ഹാർമോണിക് ആകുമ്പോൾ n is equal to 2 ആണ്. അപ്പൊ nu2 is equal to 2 into V by 2L is equal to 2 nu1 കിട്ടി.